ഒരു 5 കിലോമീറ്റർ ഓടണമെന്നാഗ്രഹമുണ്ടോ? പക്ഷെ എവിടെ തുടങ്ങണമെന്നൊരു കൺഫ്യൂഷൻ? എങ്കിൽ പേടിക്കണ്ട, നമുക്കൊരുമിച്ച് ആ സ്വപ്നത്തിലേക്ക് നടന്നു തുടങ്ങാം. അല്ല, ഓടിത്തുടങ്ങാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫൺ റണ്ണുകളിലൊന്നായ ദുബായ് റണ്ണിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ആ 5K ഫിനിഷ് ലൈനിലേക്കുള്ള യാത്ര എളുപ്പമാക്കാം. ഈ നമ്പറിലേക്കൊന്ന് നോക്കിക്കേ, 2,78,000. ഇതൊരു വെറും കണക്കല്ല കേട്ടോ. കഴിഞ്ഞ ദുബായ് റണ്ണിൽ പങ്കെടുത്തവരുടെ റെക്കോർഡ് എണ്ണമാണിത്. ഒരു നഗരം മുഴുവൻ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ച് ഓടുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. എന്തൊരു വൈബായിരിക്കും അത്. ഈ ഇവന്റിന്റെ ഒരു സ്പിരിറ്റ് എന്താണെന്ന് ഈ വാക്കുകൾ കേട്ടാൽ തന്നെ മനസ്സിലാവും. ഇത് വെറും ഒരു ഓട്ടമല്ല, അതിലുപരി ഒരുമയുടെയും ആരോഗ്യത്തിന്റെയും ഒരു വലിയ ആഘോഷം തന്നെയാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ ദുബായിലെ ഏറ്റവും പ്രശസ്തമായ ആ റോഡിലൂടെ നിങ്ങൾ ഓടുന്നു. ആ ഒരു ചിന്ത തന്നെ നമുക്കൊരാവേശം തരുന്നില്ലേ? നിങ്ങൾക്കും ഇതിന്റെ ഭാഗമാകാൻ സാധിക്കും. അപ്പോ എന്താണ് ഈ ദുബായ് റൺ എന്ന് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തുകൊണ്ടാണ് ഇതിത്ര സ്പെഷ്യൽ ആവുന്നത്? ഇതാണ് ദുബായ് റണ്ണിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സാധാരണ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് വണ്ടികൾ ചീറിപ്പായുന്ന ഷെയ്ഖ് സയ്യിദ് റോഡ് ആ ഒരു ദിവസത്തെ പ്രഭാതത്തിൽ നമുക്കുവേണ്ടി, ഓട്ടക്കാർക്കും കാൽനടക്കാർക്കും വേണ്ടി പൂർണ്ണമായും തുറന്നു തരികയാണ്. ഇതൊരു ഒന്നൊന്നര അനുഭവമായിരിക്കും. ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഡേറ്റ് ഓർത്തു വെച്ചോളൂ, നവംബർ 23. ഇതിൽ പങ്കെടുക്കാൻ ഒരു പൈസ പോലും വേണ്ട, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷേ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം, അത് മറക്കരുത്. 2 റൂട്ടുകളുണ്ട്. തുടക്കക്കാർക്ക് 5 കിലോമീറ്റർ, കുറച്ചുകൂടി ഓടി പരിചയമുള്ളവർക്ക് 10 കിലോമീറ്റർ. ബുർജ് ഖലീഫയും ദുബായ് ഓപ്പറയും ഒക്കെ കണ്ടോടാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണിത്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നിട്ടുണ്ടാവും, ഇതൊക്കെ കൊള്ളാം, പക്ഷെ എന്നെക്കൊണ്ട് ഓടാൻ പറ്റുമോ? പറ്റും, തീർച്ചയായും പറ്റും. അതിനൊരു വഴിയുണ്ട്. അതെ, ഇതാണ് മിക്കവരുടെയും പ്രധാന ടെൻഷൻ. ഒട്ടും ഓടിശീലമില്ലാത്ത ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം 5 കിലോമീറ്റർ ഓടുക എന്നത് ഒരു വലിയ മല പോലെ തോന്നാം. എന്നാൽ ശരിയായ ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ആർക്കും ഈസിയായിട്ടിത് നേടാനാകും. അതിനുള്ള പരിഹാരം ഇതാണ്, മായോ ക്ലിനിക്കിന്റെ ഈ 7 ആഴ്ചത്തെ പ്ലാൻ. ഇത് നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയുമുള്ള തുടക്കക്കാർക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ്. പതുക്കെ പതുക്കെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇത് നമ്മളെ ഓടാൻ പഠിപ്പിക്കും. ഈ പ്ലാൻ എത്ര സിമ്പിളാണെന്ന് നോക്കിക്കേ. ആദ്യത്തെ ആഴ്ച നിങ്ങൾ വെറും 15 സെക്കൻഡ് ഓടിയാൽ മതി, എന്നിട്ട് 45 സെക്കൻഡ് നടക്കുക. എന്നാൽ 7ാമത്തെ ആഴ്ച എത്തുമ്പോഴേക്കും അത് 30 സെക്കൻഡ് ഓട്ടവും 30 സെക്കൻഡ് നടത്തവുമായി മാറും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ഈ രീതി ആർക്ക് ഫോളോ ചെയ്യാൻ പറ്റുമല്ലേ? ഓർത്തുവെക്കാൻ ഈ 3 കാര്യങ്ങൾ മാത്രം മതി. ഓട്ടവും നടത്തവും ഒരുമിച്ച് കൊണ്ടുപോവുക, ശരീരത്തിനാവശ്യത്തിന് റെസ്റ്റ് കൊടുക്കുക, പിന്നെ പതുക്കെ സാവധാനം മാത്രം മുന്നോട്ടു പോവുക. ഈ രീതി പരിക്കുകളൊക്കെ ഒഴിവാക്കി നമ്മളെ ട്രാക്കിൽ നിർത്താൻ സഹായിക്കും. ശരി, അപ്പൊ നമ്മൾ ഫിസിക്കലി റെഡിയായി. ഇനി റേസ് ദിവസം കാര്യങ്ങൾ സ്മൂത്ത് ആക്കാൻ ചില പ്രാക്ടിക്കൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 4 സ്റ്റെപ്പുകൾ ഓർത്തുവെച്ചാൽ മതി. ആദ്യം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നിശ്ചയിച്ച സ്ഥലത്ത് പോയി നിങ്ങളുടെ ബിബും ടീഷർട്ടും വാങ്ങണം. അത് ധരിച്ചാലേ ഓടാൻ പറ്റൂ. അങ്ങോട്ടേക്കുള്ള യാത്ര നേരത്തെ തന്നെ പ്ലാൻ ചെയ്യണം. അവസാനമായി നിങ്ങൾക്കൊരു ടൈം സ്ലോട്ട് കിട്ടും, ആ സമയത്ത് തന്നെ എത്താൻ ശ്രമിക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, റോഡുകളെല്ലാം അടിച്ചിടുന്നതുകൊണ്ട് കാറിൽ പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും നല്ല ഓപ്ഷൻ മെട്രോ ആണ്. റേസ് ദിവസത്തേക്ക് വേണ്ടി മാത്രം രാവിലെ 3 മണി മുതൽ മെട്രോ ഓടിത്തുടങ്ങും. നിങ്ങൾ 5 കിലോമീറ്ററാണ് ഓടുന്നതെങ്കിൽ വേൾഡ് ട്രേഡ് സെന്റർ സ്റ്റേഷനിലും 10 കിലോമീറ്റർ ആണെങ്കിൽ എമിറേറ്റ്സ് ടവർ സ്റ്റേഷനിലും ഇറങ്ങണം. ഓക്കെ, ഇതൊക്കെയാണ് ഒഫീഷ്യലായിട്ടുള്ള വിവരങ്ങൾ. എന്നാൽ അവിടെ ഓടിയവർക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഗൈഡിലൊന്നും കാണാത്ത ചില ഇൻസൈഡർ ടിപ്സ്. നമുക്കതൊന്ന് നോക്കാം. മുൻ വർഷങ്ങളിൽ പങ്കെടുത്തവർക്ക് ചില അനുഭവങ്ങളുണ്ട്. ഇത് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ചുകൂടി ബെറ്ററാക്കാൻ സഹായിക്കും. ഇതാണ് പലരും പറയുന്ന ഒരു പ്രധാന കാര്യം. ഇതൊരു ഫൺ റൺ ആയതുകൊണ്ട് ഒരുപാട് പേർ ഓടുന്നതിനു പകരം നടക്കാനും ഫോട്ടോ എടുക്കാനുമാകും വരുന്നത്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയി ഓടാൻ പോവുകയാണെങ്കിൽ ഈ നടക്കുന്നവരുടെ ഇടയിലൂടെ കുറച്ചെന്ന് വഴി കണ്ടുപിടിക്കേണ്ടിവരും. ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ചിലർ പറയുന്നത് 10 കിലോമീറ്റർ റൂട്ടിന് അത്രയും ദൂരമില്ല, ഏകദേശം 9 കിലോമീറ്ററേ കിട്ടിയുള്ളൂ എന്നാണ്. അതുകൊണ്ട് സ്വന്തമായി ഒരു റെക്കോർഡൊക്കെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നവർ ഇതൊന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ഇതാണ് ഏറ്റവും വലിയൊരു സർപ്രൈസ്.
മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഓട്ടം തുടങ്ങുന്ന സ്ഥലത്തേക്ക് കുറച്ചധികം ദൂരം നടക്കാനുണ്ടാകും. ചിലപ്പോൾ അത് 2-3 കിലോമീറ്റർ വരെ വരും. അപ്പോൾ നിങ്ങൾ ഓടുന്ന ദൂരത്തിന്റെ കൂടെ ഈ ഒരു നടത്തം കൂടി മനസ്സിൽ കണക്ക് കൂട്ടണം കേട്ടോ. അപ്പോ ഈ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് എന്തു പഠിക്കാം? നിങ്ങൾ ഓടാനാണ് പോകുന്നതെങ്കിൽ കഴിയുന്നത്ര മുന്നിൽ പോയി നിൽക്കാൻ ശ്രമിക്കുക. കുറച്ചധികം നടക്കേണ്ടി വരുമെന്ന് ഉറപ്പിച്ചോളൂ. പിന്നെ നിങ്ങളുടെ ടൈം സ്ലോട്ടിന് ഒരുപാട് മുൻപ് എത്തരുത്, അല്ലെങ്കിൽ കാത്തുനിന്ന് ബോറടിക്കും. ഏറ്റവും പ്രധാനമായി ഇതൊരു മത്സരമായി കാണരുത്, ആ ഒരു വൈബ് അങ്ങ് ആസ്വദിക്കുക. അവസാനമായി ഈ ഇവന്റിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഇതാണിതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ജയിക്കാനോ റെക്കോർഡിടാനോ വേണ്ടിയല്ല നമ്മൾ ഓടുന്നത്, മറിച്ച് ആയിരക്കണക്കിന് ആളുകളോടൊപ്പം ചേർന്ന് ആരോഗ്യകരമായൊരു കാര്യത്തിൽ പങ്കെടുക്കുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് വേഗതയൊന്നും നോക്കാതെ ആ നിമിഷം എൻജോയ് ചെയ്യുക. ദുബായ് റൺ ഒരു തുടക്കം മാത്രമാണ്. ഈ 5 കിലോമീറ്റർ പൂർത്തിയാക്കുന്നത് നിങ്ങൾക്ക് പുതിയൊരു ആത്മവിശ്വാസം തരും. ഒരു ഫിറ്റ്നസ് യാത്ര തുടങ്ങാൻ ഇതിലും നല്ലൊരു മോട്ടിവേഷൻ വേറെ കിട്ടാനില്ല. അപ്പോൾ ഇതിനുശേഷം നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന അടുത്ത വെല്ലുവിളി എന്തായിരിക്കും? ഒന്നാലോചിച്ചു നോക്കൂ.